ലെക്ചറിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ബാക്കി പറയാൻ പോവുകയാണ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തെർമിറ്റ് വെൽഡിംഗ് ആണ്. എക്സ്ട്രാ ടോപ്പിക്കാണ്. തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ ഫ്യൂഷൻ പ്രോസസ്സ്. ഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് തെർമിറ്റ് പ്രോസസ് ബേസ്ഡ് ഓൺ എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ജനറേറ്റ്സ് ഹീറ്റ്. എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. തെർമിറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പൗഡേർഡ് അലുമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് ഫോം ചെയ്യും. അതിൻ്റെ മിക്സ്ചർ നമുക്കൊന്ന് വെൽഡ് ഈസ് ഫോംഡ് ബൈ പോറിങ് സൂപ്പർ ഹീറ്റഡ് തെർമിറ്റ് അറൗണ്ട് ദ പാർട്സ് ടു ബി യുണൈറ്റഡ്. ടെമ്പറേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ തെർമിറ്റ് റിയാക്ഷൻ ഈസ് around 3000 degrees Celsius. A few thermite reactions are 8Al plus 8 aluminium plus 3Fe3O3 equal അപ്പോൾ 4Al2O3 plus 9Fe. അപ്പോൾ ആ റിയാക്ഷൻ ചെയ്യുന്നത് 3088 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് 2Al plus Fe3O4 equal Al2O3 plus 2Fe 2960 ഡിഗ്രി സെൽഷ്യസ് ആണ് തെർമിറ്റ് വെൽഡിങ്. നമുക്കൊന്ന് തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ പടം ഒന്ന് നോക്കാം. കണ്ട ക്രൂസിബിൾ, അലുമിനിയം ഓക്സൈഡ് സ്ലാഗ്, മോൾട്ടൺ അയൺ, സ്ലാഗ് ബേസിൻ, സാൻഡ്, സെക്ഷൻ ടു ബി വെൽഡ്, സ്പേസ് ഫോർ മോൾട്ടൺ മെറ്റൽ, ടേപ്പർ ഡിവൈസ്, റൈസർ, റണ്ണർ, ഹീറ്റിംഗ് ഗേറ്റ്, റെയിൽ. തെർമിറ്റ് വെൽഡിംഗ് പ്രോസസ്. Electron beam welding. High voltage supply to cathode. Port for vacuum gauge. Telescope for alignment. Cathode cartridge. Bias grid. Anode vacuum throttle valve. Port for diffusion pump. Magnetic lens. Lighting system for alignment. Aperture വന്നു. അപ്പർച്ചർ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ, ഡിഫ്ലക്റ്റർ കോയിൽ വന്നു. നമുക്കെന്താണ് EBM എന്ന് പറയും? EBW ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ഹൈ വെലോസിറ്റി ഭയങ്കരമായിട്ട് നാരോ ബീം ഇലക്ട്രോൺസ് ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ആസ് ദേ സ്ട്രൈക്ക് ദ വർക്ക് പീസ്. The process requires special equipment to focus the beam on the workpiece, typically in a vacuum. The basic functions of any electron beam gun are generate free electrons at the cathode, accelerate them to a sufficiently high velocity, and to focus them over a small spot size. Electron beam welding equipment generates X-rays. Hence, proper monitoring and periodic maintenance are essential. നമുക്കൊന്ന് ലേസർ ബീം വെൽഡിംഗ് നോക്കിയാലോ. ഫ്ലാഷ് ലാമ്പ് കാണിക്കുന്നു. റിഫ്ലക്റ്റീവ് എൻഡ്, ലേസർ ക്രിസ്റ്റൽ, പാർഷ്യലി റിഫ്ലക്റ്റീവ് എൻഡ്, ലെൻസ്, വർക്ക് പീസ്, പവർ സപ്ലൈ. പവർ സപ്ലൈ കൊടുത്ത് പോകണ. നമുക്ക് എന്തായാലും LBW ലേസർ ബീം വെൽഡിംഗ്. ലേസർ ബീം വെൽഡിംഗ് എന്ന് വെച്ചാൽ ലേസർ ബീം വെൽഡിംഗ് യൂട്ടിലൈസ് എ ഹൈ പവർ ലേസർ ബീം ആസ് എ സോഴ്സ് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് എ ഫ്യൂഷൻ വെൽഡ്. ലേസർ സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതാണ് ലേസറിൻ്റെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതാരും മറക്കരുത്. ബിക്കോസ് ദ ബീം ക്യാൻ ബി ഫോക്കസ്ഡ് ഓൺ ടു എ വെരി സ്മോൾ ഏരിയ, it has high energy and density and deep penetrating capability. The beam can be directed, shaped and focused briefly on the workpiece. For production of laser beam, we generally use ruby rod, which aluminum is the main ingredient, and chromium being a present as impurity in the ratio of 1 to 5000 atoms. Flash lamps continuously bombard the chromium atoms of ruby rod and emits laser beams. Advantages:
A vacuum is not required and the beam can be transmitted through air. Laser beams can be shaped, manipulated and focused optically. The beams do generate X-rays. The quality of the weld is better than in EBW. The weld has less tendency toward complete fusion, spatter and porosity, and there is less distortion. ഹീറ്റ് അഫക്റ്റഡ് സോൺ നമുക്കൊന്ന് നോക്കിയാലോ. ഹീറ്റ് അഫക്റ്റ് വെൽഡ് മെറ്റൽ HAS കണ്ട ഓരോ ഇതായിട്ട് ചെയ്തേക്കുന്നത് കണ്ട. സോളിഡ് ലിക്വിഡ് സോളിഡ് വെൽഡ് മെറ്റൽ ഗെയിൻ ഗ്രോത്ത് സോൺ, അങ്ങനെ റീക്രിസ്റ്റലൈസ്ഡ്, ഇങ്ങനെ പാർഷ്യലി. ഈ പടം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വരച്ച് പഠിക്കുക. നമുക്കൊന്ന് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കാം. HAZ ഈസ് എ region adjacent to the weld metal zone which has microstructure different from that of the base metal. The heat from the welding process and subsequent recooling causes this change from the weld interface. HAZ consists of three regions: grain growth region immediately adjacent to weld metal zone in which metal is heated to above upper critical temperature; grain refined region, finest grain structure exists in which the metal is heated to just above the upper critical temperature; transition region, the metal is heated to a temperature between upper and lower critical temperature. ഇതാ വെൽഡ് ഡിഫക്ട്സ് നോക്കാം. ഇത് വരയ്ക്കണം. ഐഡിയൽ വെൽഡ് ഉണ്ട്, ക്രാക്ക് ഉണ്ട്, പോറോസിറ്റി കണ്ട, അണ്ടർ കട്ട്, സ്ലാഗ് ഇൻക്ലൂഷൻ, സ്പാറ്റർ, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ഇൻകംപ്ലീറ്റ് പെൻട്രേഷൻ, ഓവർലാപ്പായി കണ്ട, ഓരോ കാര്യങ്ങളായി കൊടുത്തേക്കുന്നു. വെൽഡ് ഡിഫക്ട്സ് ഇൻക്ലൂഷൻ, സെഗ്രിഗേഷൻ, പോറോസിറ്റി, ഗ്രെയിൻ ഗ്രോത്ത്, ബ്ലോ ഹോൾസ്. ബ്ലോ ഹോൾസ് എന്ന് വെച്ചാൽ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നത്. ഗ്രെയിൻ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഓരോ പ്രീ ഹീറ്റിംഗ് ചെയ്യുമ്പോൾ കൂളിംഗ് അഫക്റ്റ് ദ ബ്രിട്ടിൽനെസ്, പൊട്ടാത്തതിൽ മെറ്റൽ ഫോം ചെയ്യുന്നത്. നമ്മളിത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ കിടിലൻ ടോപ്പിക്കാണ് സോൾഡറിങ്. സോൾഡറിങ് നമ്മൾ ഒരുപാടത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോൾഡറിങ് ജോയിൻറ്റിങ് ചെയ്യുന്നതാണ്. സോൾഡറിങ് ഈസ് എ process in which two or more items are joined together by melting and putting a filler metal into the joint. The filler metal having a lower melting point than the adjoining metal. Unlike welding and soldering does not involve melting the workpieces, the filler metal flows into the gap between close fitting parts by capillary action. Type of solders വരുന്നത് lead solders, antimony lead solders, lead silver solder, cadmium silver solders. ഇത്രയാണ് വരുന്നത്. നമുക്കൊന്ന് tin lead solders used to join most metal. Bond produced has good corrosion resistance. 60% tin and 40% lead used for electrical works. 50% tin and 50% lead used for plumbing joints. Tin antimony lead solders. Addition of antimony increases the strength of the bond. Lead silver solders, cadmium silver solders used to join aluminum to itself or to other metals. നമുക്കൊന്ന് ഫ്ലക്സസ് യൂസ്ഡ് ഇൻ സോൾഡറിങ് നോക്കിയാലോ. Inorganic acids or salts such as zinc, ammonium chloride solutions which clean surfaces rapidly. അത്രയാണ് ഇനോർഗാനിക് വരുന്നത്. ഓർഗാനിക് ആസിഡ് മൈൽഡ് ഫ്ലക്സസ് വരുമ്പോൾ typical constituents of these fluxes are lactic acid and stearic acid and benzoic acid etc. Non-corrosive resin based fluxes which are used in electrical applications. നമ്മൾ വിചാരിച്ച പോലെ നമ്മളിപ്പോൾ സോൾഡറിങ് എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തതാണ് ബ്രേസിംഗ്. ബ്രേസിംഗ് ഈസ് ദ മെറ്റൽ ജോയിനിങ് പ്രോസസ് ഇൻ വിച്ച് two or metal items
are joined together by melting and flowing a filler a metal into the joint. The filler metal having a lower melting point than the adjoining metal. Brazing differs from welding in that it does not involve melting the workpieces. The filler metal flows into the gap between close fitting parts by capillary action. നമുക്കൊന്ന് രണ്ട് കമ്പാരിസൺ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോൾഡറിങ്ങും ബ്രേസിങ്ങും. ഫില്ലർ മെറ്റൽ ഹാസ് എ മെൽറ്റിംഗ് പോയിൻറ്റ് ബിലോ 427°C. എൻ്റെ അമ്മോ, ഫില്ലർ അലോയ് ഹാസ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇപ്പുറം വരുമ്പോൾ അലോയ് വരും, ഇപ്പുറത്ത് മെറ്റലാണ്, ഇപ്പുറത്ത് അലോയ്. പ്രൊഡ്യൂസസ് വീക്കർ ജോയിൻറ്റ്സ് ആൻഡ് ബ്രേസിങ്. പ്രൊഡ്യൂസസ് സ്ട്രോങ്ങർ ജോയിൻറ്റ്സ് ബ്രേസിങ്ങിൽ. സോൾഡറിങ് ജോയിൻറ്റ്സ് ഡു നോട്ട് റെസിസ്റ്റ് കൊറോഷൻ. ഇവിടെ ബ്രേസ്ഡ് ജോയിൻറ്റ്സ് റെസിസ്റ്റ് കൊറോഷൻ. അപ്പുറം സോൾഡറിങ് വരുമ്പോൾ സ്യൂട്ടബിൾ ഫോർ തിൻ സിമിലർ ഓർ ഡിസിമിലർ ഷീറ്റ് മെറ്റൽസ്. അടുത്ത സ്യൂട്ടബിൾ ഈവൻ ഓർ ഫോർ തിക്കർ ഡിസിമിലർ മെറ്റൽസ്. കോസ്റ്റ് ഈസ് ലെസ്. സോൾഡറിങ് പൈസ കുറവാണ്, ഇപ്പുറത്ത് പൈസ കൂടുതലാണ്. എ സോൾഡറിങ് അയൺ ഓർ സ്മോൾ ബ്ലോ ടോർച്ച് ഈസ് നെസറി. എ ഫർണസ് ഓർ ഹെവി ബ്ലോ ടോർച്ച് ഈസ് നെസറി. അഡ്ഹസീവ് ബോണ്ടിങ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കിയാലോ, സംസാരിച്ചാലോ. അഡ്ഹസീവ് ബോണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് two surfaces together, usually with the creation of a smooth band. This may involve the use of glue, epoxy, or one of the wide range of plastic agents which bond either through the evaporation of a solvent through curing via heat, time or pressure. A common example of bonding is plywood. പ്ലൈവുഡ് ആണ് അഡ്ഹസീവ് ബോണ്ടിങ്ങിന് എക്സാമ്പിൾ. വേർ ദ സെവറൽ ലെയേഴ്സ് ഓഫ് വുഡ്സ് ആർ ബോണ്ടഡ് വിത്ത് വുഡ് ഗ്ലൂ. അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ പ്രോബ്ലംസ് ഉണ്ട് ഇതിൽ. നമുക്കൊന്ന് പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാമായിരുന്നു. ടൈപ്സ് ഓഫ് അഡ്ഹസീവ്സ് നിങ്ങളൊന്ന് അത് മനസ്സിലാക്കണം. നാച്ചുറൽ അഡ്ഹസീവ്സ് ഉണ്ട്, ഇനോർഗാനിക് അഡ്ഹസീവ്സ് ഉണ്ട്, സിന്തറ്റിക് ഓർഗാനിക് അഡ്ഹസീവ്സ് ഉണ്ട്. നമുക്കൊന്ന് നാച്ചുറൽ കയറുമ്പോൾ സച്ച് ആസ് സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, സോയ ഫ്ലോർ ആൻഡ് ആനിമൽ പ്രോഡക്ട്സ്. ആനിമൽസിൻ്റെ പ്രോഡക്ട്സ് ആൻഡ് നാച്ചുറൽ അഡ്ഹസീവ്. ഇനോർഗാനിക്കിൽ വരുന്നത് സച്ച് ആസ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് മെഗ്നീഷ്യം ഓക്സിക്ലോറൈഡ്. സിന്തറ്റിക് ഓർഗാനിക് അഡ്ഹസീവ് വിച്ച് മേ ബി തെർമോപ്ലാസ്റ്റിക്സ് ഓർ തെർമോസെറ്റിംഗ് പോളിമേഴ്സ് വരുന്നുണ്ട്. കണ്ട, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രോബ്ലവും ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ കണ്ട പ്രോബ്ലംസ് കൊടുത്തേക്കുന്ന. Consider in which welding operation is being performed V is equal to 20 volt, I is equal to 200 ampere തന്നിട്ടുണ്ട്. പിന്നെ ഏരിയ ഓഫ് ദ വെൽഡ് ഹെഡ് 30 mm². അപ്പം നമ്മൾ വിചാരിച്ച പോലെ 0.75 തന്നിട്ടുണ്ട്. അപ്പം തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ U is equal to 2.9. സ്പെസിഫിക് എനർജി ടേബിൾ വെച്ച് നോക്കുക. നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ 2.9 കിട്ടും. ഈ വി ഒരു ഫോമുലയുണ്ട്, എല്ലാവരും എഴുതിയിരിക്കുക. V is equal to E into VI/UA. ഇയുടെ വാല്യൂ 0.75, അതാരും മറക്കരുത്. ഇൻറ്റു തന്നിട്ടുള്ള വി തന്നിട്ടുണ്ട് 20, പിന്നെ 200 കറണ്ട് ഡിവൈഡ് ബൈ, പിന്നെ U 2.9 അസ്യൂം ചെയ്ത്, പിന്നെ ആ ഏരിയ തന്നിട്ടുണ്ട് 30. ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും 34.5 mm/s. കിട്ടിയല്ലോ. നമ്മൾ വിചാരിച്ച പോലെയല്ല. ആ വാല്യൂസ് കൊടുത്ത ടേബിളൊക്കെ ഉണ്ട് ഇവിടെ. ഈ V is equal to E into VI/UA, H/I equal E into VI/V. ഇതെല്ലാം കണ്ടു. നമ്മൾ ഇത്രയും പ്രോബ്ലം നന്നായിട്ട് ചെയ്തു, ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Assume that 1.5 mm thick steel sheets are being spot welded current of 5500 ampere. Current flow time is equal T is equal to 0.15. Using electrode 6
ഇൻ്റർ എസെൻഷ്യൽ. അടുത്ത യൂസ് ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കാം. ഹീറ്റ് 5500 ഹോൾ സ്ക്വയർ ഇൻറ്റു 250 ഇൻറ്റു 10⁻⁻6 0.15 ഈക്വൽ 1134 ഹീറ്റ് കിട്ടി. എന്നിട്ട് വി പൈ ബൈ ഡി 4d സ്ക്വയർ ഇൻറ്റു ടി, അപ്പോൾ 85 mm² കിട്ടി. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇക്വേഷൻസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഇങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ട്, ചെയ്തെല്ലാവരും പഠിക്കുക. അപ്പം നമ്മൾ എല്ലാം നോക്കി, മെയിനായിട്ടുള്ള നമ്മൾ ഫ്രിക്ഷൻ വെൽഡിങ് എല്ലാം നോക്കി, നേരത്തെ എല്ലാം നോക്കിയതാണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ട ടോപ്പിക് നമുക്കൊന്ന്. ട്രാൻസ്ഫേർഡ് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞെന്നേ ഞാൻ പോയുള്ളൂ. പവർ സപ്ലൈ കണ്ട, പവർ സപ്ലൈയിൽ നിന്ന് ടങ്സ്റ്റൺ, ഇലക്ട്രോഡ്, പ്ലാസ്മ ഗ്യാസ്, ഷീൽഡിങ് ഗ്യാസ് കാണുന്നുണ്ടല്ലോ. ഇത് നിന്നാണ് നോൺ ട്രാൻസ്ഫേർഡും ഇട്ടേക്കുന്നത് ഒരുമിച്ച്. ട്രാൻസ്ഫേർഡ് ആർക്കും നോൺ ട്രാൻസ്ഫേർഡ് ആർക്കും കണ്ടല്ലോ. ഈ കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. ട്രാൻസ്ഫേർഡ് ആർക്കും നോൺ ട്രാൻസ്ഫേർഡ് ആർക്കും എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും എഴുതിയെടുക്കേണ്ടതാണ്. ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ വർക്ക് പീസ് ആൻഡ് ഇലക്ട്രോഡ്. അടുത്തതിൽ ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ വാട്ടർ കൂൾഡ് കൺസ്ട്രിക്റ്റിംഗ് നോസിൽ ആൻഡ് ഇലക്ട്രോഡ്. ആർക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഇലക്ട്രോഡ് ടു ദ വർക്ക് പീസ്. അടുത്ത പ്ലാസ്മ ആർക്സ് കംസ് ഔട്ട് ഓഫ് ദ നോസിൽ ആസ് എ ഫ്ലെയിം. പൊസസ് മോർ എനർജി കമ്പയർഡ് ടു നോൺ ട്രാൻസ്ഫേർഡ് ആർക്ക്. possess comparatively less energy. Make use of a current limiting resistor to generate this arc, transferred arc event. ഇപ്പോൾ നോൺ ട്രാൻസ്ഫർ ഇനിഷ്യേറ്റഡ് ബൈ എ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് ഇൻ ദ സർക്യൂട്ട്. ട്രാൻസ്ഫേർഡ് യൂസ്ഡ് ഫോർ കട്ടിംഗ് മെറ്റൽസ്. അപ്പുറത്ത് യൂസ്ഡ് ഫോർ വെൽഡിങ് ആപ്ലിക്കേഷൻ ആൻഡ് മെറ്റൽ പ്ലേറ്റിംഗ്. കണ്ടല്ലോ, ഇതെല്ലാം സിമ്പിളാണ്. ഇതെല്ലാം സിമ്പിളാണ്. എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാളും സിമ്പിളാണ് ഈ വെൽഡിങ്ങിൻ്റെ. നമ്മൾ വെൽഡിങ് ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ നേരത്തെ എടുത്ത ഇതിലുണ്ട്. വെൽഡിങ് നല്ല എളുപ്പമുള്ള ടോപ്പിക്സ് എല്ലാം ഞാൻ വിജയകരമായി തീർത്തിട്ടുണ്ട്. ഒന്നാമത് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഇത് വിജയകരമായി തീർത്തു. താങ്ക് യു വെരി മച്ച്.